CPM-നെ വെട്ടിലാക്കി SDPI-യുടെ വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്ന വെളിപ്പെടുത്തലുമായി SDPI രംഗത്തെത്തി. മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത് എന്നാണ് SDPI-യുടെ പോസ്റ്റർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വി അബ്ദുറഹ്മാൻ ജയിച്ചതെങ്ങനെയെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും SDPI മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മന ഒപ്പം ചേരുന്നു. ശിവദാസ്, അബ്ദുറഹ്മാൻ തങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചതെന്ന് അടിവരയിട്ട് പറയുന്നു SDPI. അതിനെ ഒരൽപ്പം പൊതിഞ്ഞാണ് അബ്ദുറഹ്മാൻ മറുപടിയായി പറഞ്ഞത് ലീഗിനെതിരെ ജനകീയ കൂട്ടായ്മ ഉയർന്നുവന്നു, ആ വോട്ടിലാണ് താൻ ജയിച്ചത് എന്നാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മതമൗലികവാദ വോട്ടുകൾ അന്ന് LDF-ന് ലഭിച്ചിരുന്നു. താനൂരിൽ അത്തരത്തിലുള്ള വോട്ടുകളുടെ പിൻബലത്തിലാണ് വി അബ്ദുറഹ്മാൻ വിജയിച്ചത്. കാരണം നമുക്കറിയാം, മലപ്പുറം ജില്ല സ്വാഭാവികമായും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് താനൂരിൽ കാലങ്ങളായി അവിടെ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ അവിടെ വി അബ്ദുറഹ്മാനാണ് വിജയിച്ചത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്ന സാഹചര്യത്തിൽ വി അബ്ദുറഹ്മാൻ പറയുന്നത് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഈ ജനകീയ കൂട്ടായ്മയുടെ പിൻബലത്തിലാണ് അന്ന് ലീഗിനെ തറപറ്റിക്കാൻ കഴിഞ്ഞത്, അങ്ങനെയാണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായി ഒരു ഒഴിഞ്ഞു മാറൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതമൗലികവാദ സംഘടനകളുടെ അടക്കം പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യം തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിജയരാഘവൻ രാഹുലിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. രാഹുൽ വയനാട്ടിൽ വിജയിച്ചത് വർഗീയ ശക്തികളുടെ പിന്തുണ ലഭിച്ചത് കൊണ്ടാണ് എന്ന് അദ്ദേഹം വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനെ പിന്തുണച്ചുകൊണ്ട് വി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നിരുന്നു. വിജയരാഘവൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന വി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ SDPI പറഞ്ഞിരിക്കുന്നത്, വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത്, ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്, അതുകൊണ്ട് തന്നെ വന്ന വഴികൾ മറക്കരുത് എന്ന് വി അബ്ദുറഹ്മാനോട് കൃത്യമായൊരു താക്കീത് പോലെയാണ് SDPI സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SDPI-യുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു കുറിപ്പും പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. അതായത് ഒരു ജനകീയ കൂട്ടായ്മയാണ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന രീതിയിൽ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടിരുന്നു. ആ കൂട്ടായ്മയുടെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ വോട്ട് ലഭിച്ചുകൊണ്ടാണ് അന്ന് താനൂരിൽ വിജയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കൃത്യമായ ഈ ചോദ്യത്തിനുള്ള കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നുണ്ട്. പക്ഷേ SDPI-യുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവർ കൃത്യമായി ഒന്നും തന്നെ പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ന്യൂനപക്ഷ മതം വർഗീയവാദ ശക്തികളെ ഞങ്ങൾ എതിർക്കും, അത് CPM-ന്റെ നിലപാടാണ് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം തന്നെ പറയുമ്പോൾ ആ കാര്യം മാത്രമാണ് ഇന്ന് വി അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്, അത്തരത്തിലുള്ള മത മൗലികവാദ സംഘടനകളെ എതിർക്കുക അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയ ശക്തികളെ എതിർക്കുക എന്നത് CPM-ന്റെ നിലപാടാണ്. പക്ഷേ SDPI-യുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്. ഇങ്ങനെ പരോക്ഷമായി ഇത്തരത്തിൽ ജനകീയമായ ഒരു കൂട്ടായ്മയാണ് അന്നുണ്ടായത്, അതിൻ്റെ പിൻബലത്തിലാണ് വിജയിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഉത്തരത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് SDPI അടക്കമുള്ള സംഘടനകളുടെ വോട്ട് ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹം അവിടെ വിജയിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. കൃഷ്ണരാജ്.